നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാമ അവളുടെ അമ്മയാണെന്ന് അവളുടെ മുഖത്ത് നോക്കി പറയുന്നതിന് മുൻപ് ശ്യാമയുടെ സൗഭാഗ്യങ്ങൾ മുഴുവൻ അവളുടെ മകളെ കൊണ്ട് ഞാൻ എഴുതി വാങ്ങിച്ചിരിക്കും. വാ, പോ. എന്നെ ഇനി ഇങ്ങനെ കാണാനും വരാൻ പാടില്ല. മോളിത് വെച്ചു. എന്താ ഇതിനകത്ത്? മോൾക്ക് അമ്മയുടെ ഒരു സമ്മാനമാ. എനിക്കിതൊന്നും വേണ്ട, തിരിച്ചു കൊടുത്തേക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞേക്കണം, ഇനി എന്നെ ശല്യപ്പെടുത്താൻ വരരുതെന്ന്. പ്ലീസ് മോളെ, എത്ര കാലമായി മോളുടെ അമ്മയുടെ കൂടെ ഞാനുണ്ട്. അമ്മ ചിരിച്ച് ഞാൻ കണ്ടിട്ടേയില്ല. എപ്പോഴും മോൾക്ക് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ, ഏതെങ്കിലും ഓർഫണേജിൽ, എവിടെയെങ്കിലുമൊക്കെ ഒരു കുഞ്ഞിനെ കളഞ്ഞു കിട്ടിയ അവിടെ ഓടിയെത്തും. പലതവണ അമ്മ തളർന്നു പോകുന്നതും അസുഖം വരുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മോളിത് വാങ്ങിക്കാതിരിക്കരുത്. തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത അമ്മ വേദനിക്കും. വാങ്ങിക്കും മോളെ. എന്താ ഇതിനകത്ത്? വില പിടിച്ച എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് വേണ്ട. എന്റെ മോൾക്ക് ഏറ്റവും വിലപ്പെട്ടതാണെന്നാണ് എന്നോട് പറഞ്ഞത്. മോളിത് തുറന്നു നോക്ക്. നോക്കു മോളെ. മോളെ, ഇത് കൂടി നോക്ക്. മോൾക്ക് അമ്മയുടെ ആദ്യത്തെ സമ്മാനം. അമ്മ ഇനിയും വരും മോളെ കാണാൻ. അമ്മയ്ക്ക് വരാതിരിക്കാൻ പറ്റില്ല. പിന്നെ മോളുടെ തീരുമാനം. അമ്മയും മോളും തമ്മിൽ പ്രകൃതി തീരുമാനിച്ച ബന്ധമാണ്. ഇടയിൽ അഭിപ്രായം പറയാൻ എനിക്കാവില്ല. മോള് നടന്നോളൂ. അതെ, അമ്മയോട് എന്തെങ്കിലും ഞാൻ പറയണോ? വേണ്ട. അമ്മയെ കാണണ്ട, ഇനി കൺമുന്നിലേക്ക് വരണ്ടെന്നൊക്കെ പറഞ്ഞാ തുടങ്ങിയത്. പക്ഷെ കൃഷ്ണവിഗ്രഹം ഉണ്ടല്ലോ, അതേറ്റു. ആ കുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. നിറയട്ടെ, നിറഞ്ഞ് ഒഴുകട്ടെ. അവൾക്ക് അമ്മയോട് എത്രമാത്രം സ്നേഹമുണ്ടോ, ആ സ്നേഹം ഞാൻ കാത്തിരിക്കുന്ന നിധിയുടെ താക്കോൽ. സോണിയയ്ക്ക് എന്തു തോന്നുന്നു? അവൾ എന്റെ അടുത്തേക്ക് വരുമോ? പെട്ടെന്ന് നടക്കില്ല. വേണ്ട, നിർബന്ധമില്ല. പക്ഷെ വിട്ടുകൊടുക്കില്ല ഞാൻ. ശ്യാമ അവളുടെ അമ്മയാണെന്ന് അവളുടെ മുഖത്ത് നോക്കി പറയുന്നതിന് മുൻപ് ശ്യാമയുടെ സൗഭാഗ്യങ്ങൾ മുഴുവൻ അവളുടെ മകളെ കൊണ്ട് ഞാൻ എഴുതി വാങ്ങിച്ചിരിക്കും. വാ, പോ.
ഇതെന്ത് പറ്റി? അയാളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. താനെന്നാ മ്യൂസിക് സ്കൂളിൽ പോയില്ലേ? ഇല്ല. അതെന്ത് പറ്റി? അത് ഒന്നുമില്ല, പോകാനൊരു താല്പര്യം തോന്നിയില്ല, അതുകൊണ്ട് ഇങ്ങനെ പോന്നു. അതെ, ഞാൻ ഓഫീസിൽ പോകാൻ റെഡിയായതാ. പക്ഷേ പോകാനൊരു താല്പര്യം തോന്നിയില്ല. തന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോ തന്നെ കാണാൻ തോന്നി. താൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മ്യൂസിക് സ്കൂളിലേക്ക് വന്നേനെ. എനിക്ക് ജോലിയുണ്ട്. എന്ത് ജോലി? നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അടുക്കള ജോലിയോ? ആ അടുക്കള എനിക്ക് കയറാൻ പറ്റാത്ത സ്ഥലമാണോ? ഒന്ന് പോടുന്നു. അവിടെ നിൽക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.